കണ്ണൂർ പയ്യാമ്പലത്ത് കഫയിൽ മോഷണം. വൈൽഡ് കഫേ എന്ന സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടാക്കൾ 1,02,000 രൂപ കവർന്നു. അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഒരു പയ്യൻ വളരെ കൂളായി നടന്നു വരുന്നുണ്ട് റോഡിൽ കൂടെ. പയ്യാമ്പലത്തെ കഫയിൽ നിന്നാണ് മോഷണം നടന്നത്. വൈൽഡ് കഫേ എന്ന സ്ഥാപനത്തിൽ നിന്നും 2,000 രൂപ അവിടെ വെച്ചിട്ട് 1,00,000 രൂപ എടുത്തുകൊണ്ട് പോകല്ല. 1,02,000 രൂപ മൊത്തത്തിൽ കവർന്ന് അവിടെ ഉണ്ടായിരുന്ന സകല പൈസയും അടിച്ചു പോക്കറ്റിനകത്താന്ന് തോന്നുന്നു അടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖമൊന്നും മറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു CCTV യിൽ നിന്ന് വളരെ വ്യക്തമായി ആരാണ് എന്നറിയാൻ കഴിയുന്ന രീതിയിൽ വളരെ കൂളായി വളരെ ഭംഗിയായി നടന്നു പോവുകയാണ്. മലയാളിയാണോ മലയാളിയെ തന്നെ അറിഞ്ഞുകൂടാ നമുക്ക്. എന്തായാലും വളരെ കൂളായി നടന്നു പോകുന്നുണ്ട് അതുവഴി. കണ്ണൂർ പ്രസ് ക്ലബ് റോഡിലെ 6 കടകളിലും കവർച്ചയുണ്ടായി എന്നുള്ളതാണ്. അത് ഇവർ തന്നെയാണോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും കണ്ണൂർ പയ്യാമ്പലത്തെ കഫയിൽ മോഷണം, അതിന് തൊട്ടു പിന്നാലെ പ്രസ് ക്ലബ്ബ് റോഡിലെ 6 കടകൾ കൂടി കവർച്ചയുണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി അജീഷ് ശിവകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, കൂട്ടത്തോടെ കടകളിലൊക്കെ ഒരുമിച്ച് കയറുന്ന മൊത്തത്തിൽ ഒരു പാക്കേജ് ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഇയാൾക്ക് CCTV വെച്ച ആൾ ആരാണ് എന്ന് വളരെ ഭംഗിയായി മനസ്സിലാക്കാനും കഴിയും. പിടികൂടിയോ പോലീസ് അജീഷ്? ഇതുവരെയ്ക്കും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. 2 സ്ഥലങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ പ്രസ് ക്ലബ് റോഡിലാണ്. ഇവിടെ 7 കടകളിലാണ് മോഷണം നടന്നത്. ഇതിപ്പോൾ ഈ കാണുന്നത് ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് കടയാണ്. ഈ കടയിലാണ് ആദ്യം കള്ളൻ കയറിയത്. ഇവിടെ വ്യാപാരികൾ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിലാണ് ഈ കള്ളൻ മോഷ്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. രണ്ട് കള്ളന്മാരാണ്. ആ ദൃശ്യങ്ങളിൽ 2 വ്യക്തികളുടെ മുഖം വ്യക്തമായി തന്നെ കാണാം. ഇവിടെ വ്യാപാരികളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 4 മാസം മുമ്പ് ഇവിടെ ഒരു കടയിൽ മോഷണം നടത്തിയ അതേ ആൾ തന്നെയാണ് ഇവിടെ ഇന്നലെയും മോഷണം നടത്തിയത് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത്. ആ കള്ളനെ 4 മാസം മുമ്പ് മോഷണം നടത്തിയപ്പോഴും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും വ്യാപാരികൾ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. ചേട്ടൻ്റെ കടയല്ലേ ഇത്? അതെ അതെ. ഇത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? ഇന്ന് രാവിലെ 7 മണിക്ക് അയൽവാസി 7 മണിക്ക് തുറക്കുന്നതാണ്. അവൻ വിളിച്ചു പറഞ്ഞ് ഇതിൻ്റെ സാധനമൊക്കെ വലിച്ചിട്ടിട്ട് ഷട്ടർ ഇങ്ങനെ തകർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ ഷട്ടറൊക്കെ തകർത്തിട്ട് ഉള്ളിലുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുപോയി, കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇതാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഷട്ടറിൻ്റെ ഫുൾ തകർത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. 4 മാസം മുന്നേ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് കയറിയിരുന്നു. അവിടെ നിന്ന് 40,000 റുപ്യയും ഇതെല്ലാം കൊണ്ടുപോയി നമ്മൾ പോലീസിൽ പരാതി കൊടുത്തതാണ്. എന്നിട്ട് അവനെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ 5, 6, 7 ഷോപ്പ് മൊത്തത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കടയിൽ നിന്ന് ഡ്രസ്സും കുറച്ച് രേഖകളുമാണ് കൊണ്ടുപോയത്. ഈ കടയുടെ ചില എഗ്രിമെൻ്റ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള രേഖകളാണ് പോയത്. മാത്രമല്ല ഈ വരി ഒരുപാട് ചെറിയ കടകളുണ്ട്. ഡ്രസ്സ് കടയുണ്ട്, വാച്ച് കടയുണ്ട്, ഈ ബാഗ് കടകളൊക്കെ ഉണ്ട്. ആ കടകളിലൊക്കെ തന്നെ മോഷ്ടാക്കൾ കയറിയിട്ടുണ്ട്. എന്തായാലും ഈ CCTV ദൃശ്യത്തിൽ മോഷ്ടാവിൻ്റെ മുഖം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ആ മുഖം കണ്ടപ്പോഴാണ് വ്യാപാരികൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ചില വ്യാപാരികൾ കൂടിയുണ്ട്. ചേട്ടാ, ഇത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മണ്ഡലം പ്രസിഡന്റാണ് KV സലീമാണ്. ഇവിടെ പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ക്യാമറകളിൽ തന്നെ 4 ക്യാമറകൾ അവിടെ കാണാം. ഇത് പ്രസ് ക്ലബ്ബ്, അതുപോലെ തന്നെ ടെലിഫോൺ ഭവൻ, ഒരുപാട് ആളുകളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് SP ഓഫീസ് അടക്കമുള്ള തൊട്ടടുത്ത സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളം ഇപ്പം മാത്രമല്ല പല പ്രാവശ്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കള്ളൻ ഇപ്പോൾ 7ഓളം ഷോപ്പുകളാണ് മൊബൈൽ ഫോണുകൾ, അതുപോലെ തന്നെ ഡ്രസ്സുകൾ. അതിനേക്കാൾ ഏറ്റവും വലിയ നഷ്ടം വെച്ചാൽ മഴക്കാലമാണ്. മുകളിലുള്ള ഷട്ടർ ഷീറ്റുകൾ തകർത്താണ് കള്ളൻ കയറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഷട്ടറുകൾ പൊളിച്ചിട്ടുണ്ട്. വമ്പിച്ച നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടത്. ഇതിന് അടിയന്തരമായി ആ കള്ളന് CCTV ഉണ്ട്. CCTV കൃത്യമായി തന്നെ അദ്ദേഹത്തെ കാണുന്നുണ്ട്. നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിലെ സാമൂഹ്യ ദ്രോഹികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കോർപ്പറേഷനും അതുപോലെ തന്നെ RTO അടക്കമുള്ള ട്രാഫിക് സ്റ്റേഷനിലടക്കം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഈ സാമൂഹ്യ ദ്രോഹികളുടെ ഒരു താവളമായി മാറിയിട്ടുണ്ട്. ശക്തമായ നടപടി ഇതിലേക്ക് ഉണ്ടാകണമെന്നാണ് ഏകോപന സമിതിക്ക് പറയാനുള്ളത്. വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധിയാണ് സംസാരിച്ചത്. അവർ പറഞ്ഞതുപോലെ തന്നെ ചില കടകളുടെ മേൽക്കൂര തകർത്താണ് ഈ കള്ളന്മാർ അകത്ത് കയറിയിരിക്കുന്നത്. മഴക്കാലമാണ്, സ്വാഭാവികമായിട്ട് ഇനി അതൊക്കെ നന്നാക്കിയാൽ മാത്രമേ അവർക്ക് ഈ കട മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും വലിയ നഷ്ടങ്ങൾ ഇവിടുത്തെ വ്യാപാരികൾക്കുണ്ടായിട്ടുണ്ട്. എന്നാലും 7 കട കണ്ണൂരിലെ പ്രസ് ക്ലബ് റോഡിലും, ഒരു കട കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് പോകുന്ന ഒരു ഹോട്ടലാണ്, അത് വൈൽഡ് കഫേ. അവിടെയും മോഷണം നടന്നിട്ടുണ്ട്. അവിടെ ഇന്നലെ രാവിലെയാണ്, അത് രാവിലെ 6:45 അവിടെ മോഷണം നടന്നത്. അതായത് പുലർച്ചെ ആളുകളൊക്കെ നടക്കാൻ പോകുന്ന ആ സമയത്താണ് അവിടെ മോഷണം നടന്നിട്ടുള്ളത്. അവിടെ നിന്ന് 1,02,000 രൂപയാണ് നഷ്ടമായത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഒരു വാച്ച് കടയാണ്. ഇവിടെ നിന്നും, അതായത് ചെറിയ കടകളാണ്, ചെറിയ വരുമാനത്തിന് ജീവിക്കുന്ന വ്യാപാരികൾ ഉള്ള കടകളാണ് ഈ പ്രസ് ക്ലബ് റോഡ്. ഇവിടെയാണ് ഈ മോഷണ പരമ്പര നടന്നത്. എന്തായാലും ഈ കള്ളനെ എത്രയും വേഗം തന്നെ പിടികൂടണം എന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. ഹാഷ്മി, അജീഷ് ശിവകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 3 മാസം മുമ്പ് അതേ ഷോപ്പിൽ നടത്തിയ അതേ കള്ളൻ വീണ്ടും വന്ന് ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും വ്യാപാരികൾ പ്രതിഷേധം ഉണ്ടാവും. ഇപ്പോൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണ് പഴഞ്ചൊല്ല്. അപ്പോൾ പിടിയിലാവുമെന്നതിന് പ്രതീക്ഷിക്കാം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.